ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷിഡിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്നൊരു മെമെന്റോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ സാധാരണ പ്ലൈവുഡും MDF ഒക്കെ ഉപയോഗിച്ചാണ്ടാണ് മെമെന്റോ ഉണ്ടാക്കാറ്. അപ്പൊ അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ചാണ്ട് ഒരു മെമെന്റോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മെമെന്റോന്റെ ബേസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബേസിന്റെ അടിഭാഗത്തെ ബേസാണ് 4.25x1.5. അതുപോലെ തന്നെ ഇത് മുകൾ ഭാഗത്തെ ബേസ് 4x1.25. ഇത് രണ്ട് സൈഡ് ഭാഗത്തതാണ് 3.5x1.25. അതുപോലെ തന്നെ ഇത് രണ്ട് സൈഡ് ഭാഗത്തതാണ് കേട്ടോ 1.25x3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അക്രിലിക് ഷീറ്റിന് മേലെ ഉണ്ടാവും ഒരു പേപ്പർ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് പറിച്ച് ഒഴിവാക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആ പേപ്പറൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 3.5x1.25 അളവുള്ള 2 പീസും അതുപോലെ തന്നെ ഈ 2 ചെറിയ പീസുമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഏകദേശം ഞാനിപ്പോ വെക്കുന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് ഒട്ടിക്കേണ്ടി കിട്ടത് ബേസ്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഇതുകൊണ്ട് ഒട്ടിക്കാം. അപ്പൊ ഈ വലിയ പീസിന്റെ ഒരു അറ്റത്തായിട്ടാണ് നമുക്ക് ഇത് ഒട്ടിക്കേണ്ടത്. അപ്പൊ ഞാനിത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഭാഗത്തെ പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗത്തെ പീസ് കൂടി ഒട്ടിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആ 2 പീസ് നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 3.5x1.25 അളവുള്ള മറ്റേ പീസ് ഇല്ലേ, അത് നമുക്ക് അതിന്റെ മറ്റേ സൈഡിൽ ഒട്ടിച്ചു വെക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളതൊരു ബോക്സ് ടൈപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ 4.25x1.5 അളവിലുള്ള ആ പീസ് നമ്മളെ ഈ ബേസിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ വെക്കുന്ന പോലെ വെച്ചാണ്ടൊന്ന് ഒട്ടിച്ചു വെക്കണം. അപ്പൊ ഏതായാലും നമുക്ക് ഇനി അതുകൊണ്ട് ഒട്ടിക്കാം. അങ്ങനെ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് അക്രിലിക് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത് തീരെ വെയിറ്റ് ഇല്ല. അപ്പോൾ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ ഇപ്പം ഞാനൊരു കുറച്ച് പൂയി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കവറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പൂയി ഈ കവറിൽ ഇടണം. അങ്ങനെ നമ്മൾ ആ പൂയി കവറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ മടക്കുന്നത് പോലെ ആ കവർ നല്ലവണ്ണം മടക്കണം. എന്നിട്ട് നമ്മൾ ആ ബോക്സിന്റെ ഇടയിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇറക്കി വെക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് ഇറക്കി വെക്കണം. മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊന്തി കാണരുത്, നല്ല ഉള്ളിലേക്ക് നല്ല അമർത്തി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബേസിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പീസും കൂടി ഒന്ന് ഒട്ടിച്ചു വെക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ബേസിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബോഡി സെറ്റ് ചെയ്യലാണ്. അപ്പൊ ഇതാണ് നമ്മളെ മെമെന്റോന്റെ ബോഡി. അപ്പൊ അതിന്റെ മേലുള്ള സ്റ്റിക്കർ ഏതായാലും നമുക്ക് പറിച്ചു വെക്കാം.
ഇനി നമുക്ക് ആ ബേസിന്റെ മുകൾഭാഗത്തായിട്ട് തന്നെ മെമന്റോ ഒന്ന് ഒട്ടിച്ചു വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മെമന്റോന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതുമേൽ സ്റ്റിക്കർ ഒട്ടിക്കലാണ്. അപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കണതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം നമുക്ക് ഇതുപോലത്തെ തോന ഉണ്ടാക്കാണ്ടായിരുന്നു, ഒരു പീഡിയക്ക് കൊടുക്കാനേനി. അപ്പൊ അവിടുന്ന് ഒട്ടിച്ചാണ്ട് അവർ നിരത്തി വെച്ചതിന്റെ ഒരു ഫോട്ടോ ആണിട്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ.